day. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. കമ്പനിയുടെ പൂളാണ് ഇത്. നമ്മൾ കോവിഡ് ആയ സമയത്ത് നമ്മൾ വെള്ളം വറ്റിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 3 കൊല്ലത്തിന് മേലാവും. ഇനിയിപ്പോൾ നമ്മൾ ഈ പൂള് റെഡിയായി എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ പൂള് സ്റ്റാഫിന് വേണ്ടി റെഡിയാക്കി എടുത്ത് കുളിക്കാനുള്ള പരിപാടിക്ക് നമ്മളെല്ലാം മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം മാറ്റണം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ വൈകിട്ട് ഇതിൻ്റെ ഐബോളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 5 ഐബോളാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ മാറിയിട്ടുണ്ട്. ഇവിടെ കാണാം. ഒന്ന് ഈ സൈഡ് അതിനൊക്കെ അവിടെ ഒന്നുണ്ട്. ഈ കാണണം ഒന്ന്. പിന്നെ ഇപ്പുറ സൈഡ് 3 എണ്ണം. പിന്നെ ഈ സ്കിമ്മർ കുഴപ്പമില്ല, ലീക്കില്ലാതെ നമ്മൾ ചെക്ക് ചെയ്ത് ലീക്കില്ലാത്ത സ്കിമ്മറാണ് ഈ സ്കിമ്മർ. പക്ഷേ ഇവിടെ ഒരു 4 സ്കിമ്മറുണ്ട്. അപ്പുറ സൈഡ് സ്കിമ്മർ ലീക്കാണ്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് വെള്ളമൊന്നും ഇല്ലാതെ അതിൻ്റെ അകത്തെ സ്കിമ്മറിൻ്റെ കപ്പൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറാൻ നിന്നില്ല. അത് നമ്മളിവിടെ ഷീറ്റിട്ട് അടച്ച് സിലിക്കോട്ട് ഷീറ്റിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു വെള്ളം പോകാത്ത രീതിയിൽ. അപ്പോൾ ആ സൈഡ് ഒരു 2, 4, 5 എണ്ണം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഓക്കെ, ലൈറ്റൊക്കെ കത്തിച്ച് ലൈറ്റൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ ഇതിപ്പം വെള്ളമില്ല. ഇതിപ്പോൾ 2 മീറ്ററാണ്. ഇതിപ്പോൾ 2 മീറ്ററാണ്. ഇവിടെ താഴെ വരുമ്പോൾ 2.5 മീറ്റർ. വലിയ പൂളാണിത്. ഇവിടെ നിന്നൊക്കെ എൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയും ഞാൻ നിൽക്കുന്നതിൽ നിന്ന് ഇത്രയും മേല് പോയാലേ ടോപ്പുള്ളത് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ സ്റ്റെയർ അതൊരു നല്ല പൊക്കമാണ്. 2.5 മീറ്റർ മേലുണ്ട് ഇത്. അപ്പോൾ വലിയ പൂളാണ്. ഇവിടെ നീളം കാണിച്ചു തരാം. നീളം നല്ല ലോങ് ആണെങ്കിൽ സ്ലോപ്പ് ചെയ്ത് വരുന്ന പൂളാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വെള്ളം നടച്ച് എല്ലാ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പഴയതിരുന്ന സ്ഥലം നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പഴയതിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് പൊസിഷനൊക്കെ മാറ്റി നമ്മൾ വേറെ സ്ഥലത്താണ് ഫിറ്റ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. ഇതാ പൂള് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ അതിൻ്റെ പൊക്കവും നീളം വീതിയല്ല ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ടാങ്ക് ഇതുവഴി കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ നമ്മളെ ലൈനിലേക്കുള്ള പ്രഷർ പമ്പിൻ്റെ സീറ്റ് വാട്ടർ പമ്പിൻ്റെ പ്രഷർ ടാങ്ക് ഇപ്പോൾ പുറത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതൊരു ടാങ്ക് കയറത്തില്ല. അല്ലെങ്കിൽ തന്നെ ടാങ്ക് കയറിയാൽ തന്നെ വിഷയമാണ്. ഇപ്പോൾ ഇവിടെ സൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റാണ് ഇത്. സീറ്റ് വാട്ടർ പ്ലാന്റ് ഇപ്പോൾ വർക്കായി. ഇപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പഴയ ടാങ്ക് ഇവിടെ കാണാം. 1, 2, ഒരു 3 ടാങ്കാണ്. അതൊന്ന് ജിഗൂസി, 2 എണ്ണം പൂള്, അങ്ങനത്തെ ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടി വാൾ വരുന്ന ഈ സൈഡിലാണ്. പഴയ മോഡലിൻ്റെ സൈഡിലാണ്. നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ പുതിയൻ്റെ മൾട്ടി വാൾ വരണമെന്ന് വെച്ചാൽ ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് പിടിച്ച് മാറാൻ പാടാണ്. ഇവിടെ ആയാലും മാറാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ പൊസിഷൻ മാറ്റി വയ്ക്കുകയാണ്. അതങ്ങനെ പഴയ പമ്പ് ഓക്കെയാണ്. പമ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ പമ്പ് ഇവിടെ പണ്ട് 2 പമ്പായിരുന്നു. നമ്മൾ ഒന്നാക്കി. 2 സ്കിമ്മറിന് 2 പമ്പായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഒറ്റയെണ്ണം ആക്കിയിട്ടുണ്ട്. ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പമ്പ് നല്ല പമ്പാണ്. ആ പമ്പ് ഇപ്പോൾ എടുത്ത് നമ്മൾ ഈ സൈഡ് വയ്ക്കും. ഈ സൈഡിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ലൈൻ കൊടുക്കാൻ പോണത്. ഇനി നമ്മൾ പുതിയത് വയ്ക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഭാഗത്തിരുന്നൊക്കെ എൻ്റെ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈക്കിൻ്റെ ഇൻട്രോ ഒക്കെ എടുത്ത ഇവിടെ നിന്നാണ്. അതിനൊക്കെ തന്നെ ഒരു അതേക്ക് ട്രൈപ്പോഡിൻ്റെ ഇൻട്രോ ഒക്കെ എടുത്ത സ്ഥലങ്ങളാണ്. നല്ല സീനറി കാര്യങ്ങളാണ്. ഇവിടെ കാണാൻ പറ്റും. വേപ്പൊക്കെ നിൽക്കുന്നത്. ഇത് നമ്മളെ പുതിയ ടാങ്കാണ്. ഇതാണ് നമ്മളെ മാസി. നമ്മളെന്നത്തെ അവിടുത്തെ ഇതാണ് നമ്മളെ പുതിയ ടാങ്ക്. ഇപ്പോൾ ഈ ടാങ്ക് നമ്മൾ ഇവിടെ നിന്ന് വെക്കാൻ പോണത്. ഈ ഭാഗത്ത് തന്നെ ടാങ്ക് വെക്കാൻ പോണത്. വേസ്റ്റ് ഇതുവഴി എടുത്ത് നേരെ പുറത്ത് പോകും. നമ്മൾ പൂള് വരണത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് പൂള് വരണത്. ആ സ്കിമ്മറിൻ്റെ വെള്ളം അകത്ത് കയറി പമ്പ് വഴി അടിച്ച് നേരെ ടാങ്കിൽ വന്ന് ടാങ്കിൽ നിന്ന് നേരെ ഫിൽറ്റർ ടാങ്കിൽ വന്ന് നേരെ പൂളിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അത് പണിയിലോട്ട് പോകാം. നമുക്ക് ഈ പണി ഓരോന്നായി ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ പൈപ്പ് ഇടാൻ പോവുകയാണ്. അതിൻ്റെ ഫിറ്റിങ്സുകളാണ്. അതാണ് നമ്മളെ വാൽവ്. ഇത് വേസ്റ്റാണ്, വേസ്റ്റ് ലൈൻ. അതിനൊക്കെ തന്നെ ഓരോ ഉണ്ട്. ഫിൽറ്റർ, റിങ്സ്, അതെല്ലാം ഇതിൽ കറക്റ്റ് മെഷീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം അതനുസരിച്ച് എൻ്റെ ഈ ലിവർ ഒന്ന് കറക്റ്റ് മാറ്റി വെച്ചിട്ട് ഇത് കണക്ക് മാറ്റും. ഇതിപ്പോൾ കിടക്കുന്ന ബാക്ക് വാഷിലാണ്. അത് കഴിഞ്ഞിട്ട് റിങ്സ്, ഇത് അടുത്ത റിങ്സ് ഓരോ കട്ടിങ്ങിൽ നിന്ന് അടുത്ത കട്ടിലോട്ട് ചെന്ന് വീഴുമ്പോൾ ആ സ്ഥലത്തെ വാൽവ് ഇത് കണക്ക് ഈ സൈഡിൽ ഓപ്പണായി വരും. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫിൽറ്റർ നേരെ ഓപ്പോസിറ്റ്. ഇതാണ് ഈ കാണുന്ന ഫിൽറ്റർ. അത് കണക്ക് ഇത് നമുക്ക് മാറ്റി എടുക്കാം. പിന്നെ അത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇതാ മൾട്ടി വാൾവ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ടാങ്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പമ്പ് ഇതിൻ്റെ അപ്പുറത്ത് വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ പൈപ്പ് ഇതുവഴി എടുത്തുകൊണ്ട് വരും. നേരെ മൾട്ടി വാൾവിൻ്റെ മേലെ വെച്ച് വെച്ചേട്ടാ ഇതിൻ്റെ അകത്ത്
ഇവിടെ പൈപ്പ് ഓരോ ഇതല്ലേ കറക്റ്റ് ഇന്നും ഔട്ടും കയറിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പാർട്ടായിട്ട് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ അതിൻ്റെ മെയിൽ സോക്കറ്റൊക്കെ ടൈറ്റ് ചെയ്യണം. ആ മെയിൽ സോക്കറ്റ് യൂണിയനൊക്കെ നീ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഗ്യാജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ആദ്യം എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇൻ പൈപ്പാണ്. അത് പൂളിൽ നിന്ന് വെള്ളം വലിക്കുന്ന പൈപ്പാണ്. അത് എടുത്തിട്ട് ഇതിൽ നിന്ന് തിരിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് അവിടിലോട്ട് പോകുന്ന പൈപ്പ് ഇടും. അത് കണക്കിൽ ഡ്രെയിനേജ് നേരെ ഇതുവഴി നമ്മൾ പുറത്തേക്ക് എടുക്കും. ഈ സൈഡിലോട്ട് പുറത്തേക്ക് എടുക്കും. ഇവിടെ ഹോളടിച്ച് നേരെ പുറത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പൈപ്പിംഗ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇത് മേലെയുള്ള ഇതാണ് പമ്പ്. അതായത് നമ്മളെ പമ്പിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യാനുള്ളത്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അറിയാൻ പറ്റുന്ന ഇവിടെ റിട്ടേൺ എഴുതിയിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് നേരെ പൂളിലോട്ട് പോകുന്ന ലൈൻ. ഈ കാണുന്ന ഈ ലൈനാണ് നമ്മളെ വേസ്റ്റിലേക്കുള്ള ലൈൻ. ഇവിടെ വേസ്റ്റ് ലൈൻ എഴുതിയിട്ടുണ്ട്. അത് നേരെ നമ്മൾ പറയുന്നത് പുറത്ത്. അപ്പോൾ നമ്മൾ ഇനി പണി തുടങ്ങാൻ പോയി. അപ്പോൾ നേരെ നമ്മൾ ഇനി ഫിറ്റിങ്ങിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നും ഔട്ടും പൈപ്പ് ഹൈ പ്രഷറിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രഷർ ടാങ്കിലേക്ക് പോണതും പമ്പിൽ നിന്ന് അതിനകം പ്രഷർ ടാങ്കിനെ തിരിച്ച് പൂളിലോട്ട് ഫിൽറ്റർ ചെയ്ത് പൂളിലോട്ട് പോകുന്ന ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ പൈപ്പൊക്കെ എല്ലാം മാറ്റണം. ഇതാണ് ഐബോൾ പമ്പ്, അതായത് പൂളിലേക്ക് പോകുന്ന ലൈൻ. അപ്പോൾ ഈ പഴയ ലൈനെല്ലാം നമുക്ക് മാറ്റണം. ഇവിടെയാണ് നമ്മൾ പമ്പ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പമ്പ് വയ്ക്കുന്നതുകൊണ്ട് ഈ പഴയ ലൈനൊന്നും നമുക്ക് റെഡി ആവത്തില്ല. അപ്പോൾ പുതിയ ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കാണാൻ പുതിയ ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വാൽവ് മേലോട്ടിരിക്കുന്ന വാൽവ് വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വാക്കം ചെയ്യാനുള്ളതാണ്. ആ പൈപ്പ് ചെയ്തിട്ടില്ല, അത് ചെയ്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ടുള്ള വാൽവ് ഇരിക്കണമെന്ന് വെച്ചാൽ 2 ഇഞ്ചിൻ്റെ വാൽവ് ഇരിക്കുന്നത് വെച്ചാൽ ഈ പമ്പിൻ്റെ അകത്തുള്ള ഫിൽറ്ററിളാക്കി ക്ലീൻ ആക്കുന്ന സമയത്ത് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി അത് ക്ലോസ് ചെയ്തേ ഫിൽറ്ററിളാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി അത് ചെയ്തേക്കണത്. അപ്പം നമ്മളിപ്പോൾ ഇന്നും ഔട്ടും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പമ്പിൻ്റെ ഇന്നും ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് ഇനി ആ സൈഡിലോട്ട് പോകാം ഫിൽറ്റർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മൾ ഫിൽറ്റർ ടാങ്ക് ഇടുന്ന മണൽ. ഇത് ഒരു ചാക്ക് 50 കിലോയാണ്. അങ്ങനത്തെ 9 ചാക്കാണ് ഇടുന്നത്. 450 കിലോ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫിൽറ്റർ ഇതിൻ്റെ അതിൻ്റെ പറഞ്ഞ ഫിൽറ്റർ എൻ്റെ സെൻറ്ററിൽ തന്നെ വയ്ക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് ചരിഞ്ഞൊന്നും പോകാൻ പാടില്ല. സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ഇത് കറക്റ്റ് മണലിടണം. മണലിടുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ ഉള്ളിൽ 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ മണൽ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ അതുവഴിയാണ് തിരിച്ച് ഫിൽട്രേഷൻ ചെയ്ത് വെള്ളം നമുക്ക് പൂളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കമ്പനി ഇവിടെ ഒരു പാക്കിങ് തന്നിട്ടുണ്ട്. അത് ചിലയിലൊക്കെ വരുള്ളൂ, ചില ടാങ്കിലൊന്നും വരത്തില്ല. ചില ടാങ്കിൽ ഇതിനൊക്കെ ഒരു പാക്കിങ് വരും. അതെടുത്ത് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ 13-ൻ്റെ നെറ്റിൻ്റെ അതേപോലെ ആ 13-ൻ്റെ നെറ്റിൽ കറക്റ്റ് ഇറങ്ങിക്കിടക്കും. പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കില്ല. അതിനുശേഷം നമ്മൾ മണലിൻ്റെ അകത്ത് വെളിയിലൊന്നും പോകാതെ, മണലിനൊക്കെ നല്ല പൈസയാണ്, വെളിയിലൊന്നും പോകാതെ ഇത് കണക്ക് എല്ലാ മണലും ആ 9 ചാക്കും ഇതിൻ്റെ അകത്ത് നിറയ്ക്കുക. കറക്റ്റ് നിറയ്ക്കണം. അതിൻ്റെ വെളിയിലൊന്നും പോയാൽ കറക്റ്റ് നമുക്ക് നിറയ്ക്കണം അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മളിവിടെ ഫിൽറ്റർ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാം നമ്മളെ ഫിൽറ്റർ ടാങ്ക് ഇവിടെ പ്ലംബിങ്ങിൻ്റെ പണിയെല്ലാം തീർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മേലിൽ കാണുന്നത് അതിൻ്റെ ഇൻലൈറ്റാണ്. അതിൻ്റെ താഴെ കാണാൻ ഔട്ട്ലൈറ്റ് തിരിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് പൂളിലോട്ട് പോകുന്ന ലൈനാണ്. അത് നമ്മൾ വാൽവ് വെച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഒരു പക്ഷേ വെള്ളം വാൽവിന് എന്തെങ്കിലും പഴയതാകുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് വെള്ളം തിരിച്ച് പൂളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്യണം. ബാക്ക് വാഷ് ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം ഫിൽറ്റർ ഇടുന്ന സമയത്ത് മാത്രമേ നമ്മൾ വാൽവ് ഓപ്പൺ ആക്കുള്ളൂ. അത് നിങ്ങൾ ഇവിടെ കാണാൻ 2 ലൈനും നമ്മളിവിടെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രെയിൻ പോകാനായിട്ട് അതിൻ്റെ വേസ്റ്റ് വെള്ളം അടിച്ച് കളയാനായിട്ടുള്ള വേസ്റ്റ് ലൈൻ നിങ്ങളിവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മളൊരു വാൽവും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുമ്പോൾ മാത്രമേ നമ്മൾ ഈ വാൽവ് ഓപ്പൺ ആക്കുള്ളൂ. അത് കഴിഞ്ഞ് ഫിൽറ്ററിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളിതാ നേരെ ഇത് അടിച്ച് പോളടിച്ച് നേരെ പൈപ്പ് 2 ഇഞ്ചിൻ്റെ പൈപ്പ് വെളിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ അതിൻ്റെ പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം പോകണതൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ നമ്മളെ ഇവിടുത്തെ ഗ്ലാസിൻ്റെ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബാക്ക് വാഷിൽ നമുക്ക് തുടങ്ങണം. ബാക്ക് വാഷ് ഇട്ട് ചെയ്യുന്ന സമയത്ത് കൂടി ആദ്യം നമ്മൾ വേസ്റ്റിലോട്ടാണ് ഇടുന്നത്. വേസ്റ്റിലോട്ട് ഇട്ടിട്ട് പൂളിൽ കുറച്ച് കച്ചടമുണ്ട്. ആ കച്ചട നമ്മൾ വേസ്റ്റ് ഇട്ട് നിങ്ങളുടെ പൂളിൽ കച്ചട ഇട്ടിട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കണം. അതിനിപ്പോൾ വെള്ളം നിറയ്ക്കണം. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. നിങ്ങളിവിടെ കാണാം വെള്ളം നിറയ്ക്കാനായിട്ട് നമ്മളിപ്പം ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഓണാക്കി ഇപ്പോൾ ഇതിൽ ടാങ്കിൽ വെള്ളം നിറയ്ക്കും. ഇപ്പോൾ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ വെള്ളം നിറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. അപ്പോൾ വെള്ളം നിറയട്ടെ. അപ്പോൾ വെള്ളം ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഇത് ഫിൽട്രേഷനിൽ ഇട്ട് നമുക്ക് ഓണാക്കണം. അതിന് മുമ്പ് ആദ്യം നമുക്ക് പമ്പിൻ്റെ എയർ എടുത്ത് കളയണം. അപ്പോൾ എയർ ഇത് കുറേ നാളുകൊണ്ട് ഓടാടുന്ന പൂളായതുകൊണ്ട് ഇനി വല്ല പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന നോക്കണം പമ്പിനും. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്വിമ്മറിൽ കൂടെ വെള്ളം പമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പമ്പൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് പമ്പൊന്ന് തുറന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പം പമ്പിൻ്റെ അകത്തോട് വെള്ളം പോകുന്നത്. അപ്പോൾ പമ്പിൻ്റെ ഇപ്പോൾ എയർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലൈനിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പമ്പ് ഓണാക്കണം. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് ലൈനിലിട്ട് പമ്പ് ഓണാക്കാം. ഓണാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇവിടെ പൂളൊന്ന് ക്ലീനും കൂടെ ആക്കിയാണ്. പൂളിൻ്റെ അകത്ത് മൊത്തം കച്ചട അടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയാണ്. നിങ്ങൾക്ക് ഇതേ കണക്ക് വാൽവ് പൊക്കുക. വാൽവ് പൊക്കിയതിന് ശേഷം മാത്രം തിരിക്കുക. നിങ്ങൾ തിരിച്ചിട്ട് ഇതേ കണക്ക് വേസ്റ്റിലോട്ട് നിങ്ങൾക്ക് കാണാം. ഗ്രൂ കറക്റ്റ് വേസ്റ്റിലോട്ട് വീണ് കഴിഞ്ഞാൽ വേസ്റ്റിലോട്ടായി. പിന്നെ പമ്പ് ഓണായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. പമ്പ് ഓഫ് ആയിട്ട് മാത്രമേ ഈ വാൽവ് പിടിച്ച് നിങ്ങൾ തിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാൽവൊക്കെ അടിച്ചു പോകും.
ഇതായിപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ഫിൽറ്ററിലേക്ക് റിട്ടേൺ മോഡൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പമ്പ് ഇപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം വെള്ളം ഇതുവഴി പോകുന്നത്, ഇതുവഴി നേരെ ഡ്രെയിനിലോട്ട് പോകുന്നത്. ഡ്രെയിനിൻ്റെ വെള്ളം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പമ്പ് ഓണാക്കാം. എന്താ പമ്പ് ഓണാക്കി നമ്മൾ ഇവിടെ കാണാം. ഇപ്പോൾ വരണത് ഇതിൻ്റെ മണലിൻ്റെ കച്ചടയല്ല. ഇപ്പോൾ വരണമെന്ന് വെച്ചാൽ ഈ പൈപ്പിൻ്റെ കിടക്കുന്ന പഴയ വെള്ളവും അതിനൊക്കെ പൂളിൻ്റെ അടിയിൽ കിടക്കുന്ന കച്ചറയും നമ്മൾ വാക്കം ചെയ്യുന്നുണ്ട്. അതാണ് വരണത്. വാക്കം ചെയ്ത് ആ കച്ചറ എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൂളിൻ്റെ അടിയിൽ ഒക്കെ വാക്കം ചെയ്യുകയാണ് ശശിയുടെ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ അകത്ത് വാക്കം ചെയ്യുന്ന ഭാഗത്തെ ടൈലിൻ്റെ കളറും വാക്കം ചെയ്യാത്ത ഭാഗത്തെ ടൈലിൻ്റെ കളറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വാക്കം ചെയ്യാത്ത ഭാഗത്തെ കളർ ഒരുമാതിരി കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത്. വാക്കം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈൽ നല്ല ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാക്കം ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം വാക്കം ചെയ്ത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റണം. വാൽവ് മാറ്റിയിട്ട് ഇനി ബാക്ക് വാഷിലോട്ടിലാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രെയിനിലായിട്ടേക്കണം. ഡ്രെയിനിൽ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ബാക്ക് വാഷിലോട്ടാണ് ഇടാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് വാഷ് ഇട്ട് പമ്പ് ഓണാക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ മണലിൽ ഇതിൻ്റെ അകത്തുള്ള മണലിലും കൂടെ വെള്ളം കയറിയിട്ട് ആ മണലും കൂടെ ഒന്ന് ക്ലീൻ ആവാണ്ട് ആ മണലും കൂടെ ഒന്ന് ക്ലീനാക്കി അതും കൂടെ നമ്മൾ ഡ്രെയിൻ അടിച്ച് കളയും. അതിനുശേഷം റിങ്സിലാണ് പിന്നെ മൂന്നാമത് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ നമ്മളിതാ ബാക്ക് വാഷ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് വാഷ് ഇട്ട് നമ്മൾ പമ്പ് ഓണാക്കാൻ പോവുകയാണ്. പമ്പ് ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ സ്വിച്ച് ഓഫാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ മണലിൻ്റെ കളർ വെള്ള കളർ. ഇനിയിപ്പം ഈ പ്രഷർ എന്താ കുറച്ച് കയറി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ വെള്ള കളർ മാറി എൻ്റെ കളർ മാറി തുടങ്ങും. വെള്ള കളറിൻ്റെ ആ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ മാറി നമ്മൾ ക്ലിയർ ആവുന്ന സമയത്ത് നിർത്തിയിട്ട് നമുക്ക് റിങ്സ് ഇടാം. ഇപ്പോൾ കുറച്ച് കളർ മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നോക്കാം ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് പച്ചവെള്ളത്തിൻ്റെ കറക്റ്റ് കളർ വരുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് റിങ്സ് ഇടാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിങ്സിലോട്ട് ഇടാൻ പോവുകയാണ്. റിങ്സിൽ കുറച്ച് നേരം ഇട്ടാൽ മതി. നമ്മൾ 2-3-4 മിനിറ്റൊക്കെ റിങ്സ് ഇടുന്നുള്ളൂ ഇപ്പോൾ പുതിയതായതുകൊണ്ട്. ഇനി നമ്മൾ റിങ്സ് ഇട്ടിച്ച് നമ്മൾ പിന്നെ ഫിൽട്രേഷനിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പം റിങ്സിലോട്ട് മാറ്റുന്നുണ്ട് വാൽവ്. ഇപ്പം നമ്മൾ റിങ്സിലോട്ട് വാൽവ് മാറ്റാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വാൽവ് മാറ്റുന്നത് ഇതിനൊക്കെ മേലോട്ട് പൊക്കി പിടിക്കുക, അതിനൊക്കെ കറക്കുക. തിരിച്ച് കറക്കാൻ നിൽക്കല് ഒരു സൈഡിലോട്ട് കറക്കിതാ നമ്മൾ റിങ്സിൽ ഇട്ടിട്ടുണ്ട്. റിങ്സിൽ 2-3 മിനിറ്റ് നമ്മൾ ഇട്ടേക്കണുള്ളൂ. അത് കുറച്ച് നേരം ഇട്ടേക്കണുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ ഫിൽട്രേഷനിലോട്ട് മാറുകയാണ്. ആ ഫിൽട്രേഷനിലോട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ റിങ്സും കഴിഞ്ഞ് ഓണാക്കിയിട്ടുണ്ട്. റിങ്സ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റിങ്സിൽ പ്രഷർ നല്ല രീതിയിൽ കയറി നിൽക്കാൻ കാണാൻ പറ്റും. പക്ഷേ നോർമലി വാൽവ് തുറക്കണം. നമ്മൾ വാൽവ് തുറക്കുന്നില്ല. ഒന്ന് അടിച്ചൊന്ന് അകത്ത് എല്ലാം ഒന്ന് നല്ല രീതിയിൽ കഴിയുന്നതിന് ശേഷം മാത്രം നമ്മൾ ഓഫ് ചെയ്ത് അത് നമ്മൾ ഫിൽറ്ററിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫിൽറ്ററോട്ട് ഇരുന്നുമ്പോൾ പമ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം നമ്മളിനി പമ്പിൻ്റെ ഫിൽറ്റർ എടുത്ത് അവിടെ ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ ക്ലീനാക്കി പമ്പിൻ്റെ ഫിൽറ്റർ ഇട്ടതിന് ശേഷം നമ്മളിനിപ്പോൾ ഫിൽറ്ററിൽ നമ്മളെ ടാങ്ക് ഫിൽറ്ററിലോട്ട് മാറുകയാണ്. നിങ്ങൾക്ക് കാണാം മാറുന്ന സമയത്ത് ഈ ഐബോളിൽ നിന്നൊക്കെ വെള്ളം സ്പീഡിന് വെളിയിലോട്ട് തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ 2 ഐബോൾ, ഈ സൈഡിൽ ഇനിയിപ്പോൾ ഐബോൾ, ഇത് കണക്ക് മൊത്തം 5 ഐബോളുണ്ട്. ഇതിനെല്ലാം വെള്ളം. ഇനിയിപ്പോൾ നമ്മൾ പൂളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കത് ഫിൽറ്റർ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഇടാൻ പോവുകയാണ്. ഇനി എല്ലാം ബാക്ക് വാഷ് റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റർ ഇടുന്നതോടുകൂടി നമ്മളെ പൂളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽട്രേഷൻ ആവണം. അപ്പോൾ നമുക്കിനി ഫിൽറ്റർ ഇടാം. പമ്പ് വഴി അടിച്ച് ഫിൽട്രേഷൻ ചെയ്ത് അത് ക്ലീനാക്കി വീണ്ടും പൂളിലോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഫിൽറ്റർ ഇടാം. നമ്മൾ ഫിൽറ്റർ ഇടാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ കാണാം പമ്പ് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ നിങ്ങൾ വാൽവ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മൾട്ടി വാൽവൊക്കെ അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫിൽട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് തിരിച്ച് കറക്കി ഇതിനെ കറക്കി കറക്റ്റ് ഫിൽറ്റർ ഇവിടെ കറക്റ്റ് ഫിൽറ്റർ വീണിട്ടുണ്ട്. ഇതാണ് ഫിൽറ്റർ. ഇനി ഇതോടുകൂടി പണി കഴിയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വാൽവ് തുറക്കുകയാണ്. ഇനി നമ്മൾ വാൽവ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെള്ളം ഇതുവഴി കയറി ഇതുവഴി പോകും. അതിനൊക്കെ ഡ്രെയിനേജിൻ്റെ വാൽവ് നമ്മൾ അടച്ചിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വാൽവ് ഇപ്പോൾ നമ്മൾ ഡ്രെയിനേജിൻ്റെ വാൽവ് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പമ്പ് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തുനിന്ന് വെള്ളം ഫിൽട്രേഷൻ ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഗ്യാജ് കാരണമാണ് ഞാൻ ഓണാക്കാൻ പോവുകയാണ്. പമ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇതാ വെള്ളം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഐബോളിൽ കൂടെ ഇപ്പോൾ വെള്ളം തള്ളുന്നത്. ഇപ്പോൾ എയർ പോയതിനു ശേഷം നല്ല പ്രഷറിൽ എയർ തള്ളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൺ ആളാക്കിടാനും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my